ചെങ്കടലിൽ സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം തുടർന്നാൽ ശക്തമായ സൈനിക നടപടിയെന്ന മുന്നറിയിപ്പുമായി ട്രംപ്. പ്രോക്സികളായ ഹൂതികൾ ആക്രമണം നടത്തിയാൽ ഇറാനും മറുപടി പറയേണ്ടി വരും. നേരത്തെ അതിശക്തമായ ആക്രമണം ഹൂതികൾക്കെതിരെ നടത്തിയിരുന്നു. ഇറാനും ഹൂതി വിമതർക്കുമെതിരെ ഒരേ സമയം സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. So far, it hasn't happened, might happen, but we take care of things. If something like that happens, we take care of it. You know, we've done that with the Houthis before, and we haven't heard from them in a while since we did what we did originally. That was about 45 days of very powerful action we took against the Houthis. And we've had no problem with the Houthis. They've had no problem with us for a long period of time, including during this conflict. I think that if there is something like that, we'll just have to take care of business. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇങ്ങനെ പോയാൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ ഇറാനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സമാനമായി മറ്റൊരു നിർണായകമായ വെളിപ്പെടുത്തലും അല്ലെങ്കിൽ ഒരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 2 ദിവസം മുൻപാണ്, കഴിഞ്ഞ ദിവസമാണ് അതിശക്തമായ ആക്രമണം 2 സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ നടന്നത്. അതുപോലെ ഈ ആക്രമണം തുടരുന്നൊരു പശ്ചാത്തലത്തിൽ അതുവഴിയുള്ള കപ്പൽ ഗതാഗതം, എണ്ണ കൊണ്ടുപോകുന്ന നീക്കങ്ങൾ സൗദി അറേബ്യൻ കമ്പനികളും സൗദി അറേബ്യൻ കപ്പലുകളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഹൂതി വിമതർക്ക് നൽകിയിരിക്കുന്നത്. ഹൂതി വിമതരാണ് ചെങ്കടലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത്. ഇറാൻ്റെ പ്രോക്സിയായി പ്രവർത്തിച്ച് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ഹൂതി വിമതർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ, കഴിഞ്ഞു ഇനിയും തുടരുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകുന്നത്. അതിന് പ്രധാനപ്പെട്ടൊരു നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് കാര്യമായി പറയുന്നത്, ഈ അടുത്ത കാലത്തുണ്ടായ സംഘർഷം, അതായത് ഇറാനുമായി നടന്ന സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ യാതൊരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈനിക നടപടികൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യാതെ വളരെ മാന്യമായി ഇടപെട്ട ഒരു ചരിത്രമാണ് ഹൂതി വിമതർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണത്തിനുള്ള നീക്കം അമേരിക്ക നടത്തുകയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സൗദി അറേബ്യയുടെ നേരെ തുടരുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. സ്വാഭാവികമായും ഇറാൻ്റെ പ്രോക്സിയായി ഇറാന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നേരെയും ഒരേ സമയം ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചെങ്കടലിൽ ഏതെങ്കിലും രീതിയിൽ സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഇനിയും ഹൂതി വിമതർ ആവർത്തിക്കുകയാണെങ്കിൽ ഒരേ സമയം ഹൂതി വിമതർക്കെതിരെയും അല്ലെങ്കിൽ യമനിലെ ഹൂതി വിഭാഗങ്ങളുടെ കേന്ദ്രങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ കൃത്യമായി ഇറാനെതിരെയും ശക്തമായ പ്രത്യേക സൈനിക നടപടി, അത് ശിക്ഷാപരമായ നടപടി എന്ന് തന്നെയാണ് അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. കടുത്ത നടപടികളുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്.